ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജൈനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ആ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ഈസി ആയിട്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടാ. മെഴുക്ക് വരട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഉരുളക്കിഴങ്ങിനെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടാ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. സിമ്പിൾ ആണ്, പക്ഷെ ഉരുളക്കിഴങ്ങ് വേവുന്ന ടൈം മാത്രമേ നമുക്ക് ഇതിന് വേണ്ടൂ കേട്ടാ. ചെറിയ കുഞ്ഞു കുട്ടികളെല്ലാം ഉള്ള വീട്ടില് അവർക്കെല്ലാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടായാലും അവർ ഹാപ്പി ആവും കേട്ടാ. കാരണം ഇവിടെ എൻ്റെ മോനെ ഈ മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് മെഴുക്ക് വരട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനം ചതച്ച മുളകാണ് കേട്ടാ. നമ്മളെ വറ്റൽ മുളക് ചതച്ചതാണിത്. അതൊരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ നമുക്ക് ആവശ്യം ഒരു 5-10 ചെറിയുള്ളി ചതച്ചതാണ് കേട്ടാ. ഞാൻ ഇടികല്ലിൽ ഇട്ടിട്ട് ചതച്ചെടുത്ത ചെറിയുള്ളിയാണ്. അതൊരു 5-10 എണ്ണം മതി. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ കറിവേപ്പില വേണം. പൊടികളായിട്ട് നമുക്ക് ആവശ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. നമ്മള് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച 5-10 ചെറിയുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് അതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണെല്ലാം മാറി വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. ഈസിയാണ്, കുറച്ച് സാധനമേ വേണ്ടൂ, എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അങ്ങനെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നുണ്ടാവും, ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പുതുതായിട്ട് കുക്കിംഗ് എല്ലാം പഠിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം കറിയൊന്നും വേണമെന്നില്ല. അപ്പൊ ഇത് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ചതച്ച മുളക് ഇട്ട് കൊടുത്തിനല്ലോ, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെ പച്ചമണം ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് മാറണം. ആ ടൈം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. തീ സിമ്മിൽ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളെ പച്ചമണെല്ലാം മാറി വന്നിട്ടില്ലേ, നമുക്കിനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിലേക്ക് പൊടികളെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കണം, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മെഴുക്ക് വരട്ടിക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ.
വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അടച്ചു വെച്ച് മൂടി വെച്ച് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. ഇനി തീ സിമ്മിൽ ഇടുക. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ചു വെക്കുക. അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഞാനൊന്ന് അതിൻ്റെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിനായിരുന്നു കണ്ടോ. ഇപ്പം പകുതിയോളം വെന്ത് കേട്ടോ. ചെറിയ ടൈമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും മാത്രമാണ് നമുക്ക് ധൈര്യത്തിൽ ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പാത്രത്തിലാണെങ്കിൽ നമുക്ക് അടിക്കങ്ങനെ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇതാക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടെൻഷനില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു. അങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്ത പാത്രത്തിൽ വെക്കുന്നതാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. അടച്ചു വെക്കുമ്പോൾ തന്നെ അതിന്റെ ആവിയിൽ തന്നെ നമുക്ക് അത് ഈ മെഴുക്കുവരട്ടി വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് 1/4 ഭാഗത്തോളം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് ഒരു 2-3 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ മെഴുക്കുവരട്ടി റെഡിയാവും കണ്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് മുറിഞ്ഞു വരുന്നുണ്ട്. 1/4 ഭാഗത്തോളം ആയിനി. 2 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 10 മിനിറ്റേ നമുക്ക് ആകെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഉരുളക്കിഴങ്ങിലെല്ലാം ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തിനൊന്ന് നോക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് കട്ടായി വരുന്നുണ്ട് കണ്ടോ. കാണാനും നല്ല ഭംഗിയില്ലേ. നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം പൊരിയുണ്ടല്ലേ കാണുമ്പോൾ. കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു രൂപത്തിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. ഇതും ഒരു മുട്ട ഓംപ്ലേറ്റും ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം കുശാലായി. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.